ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എന്താണ് വീഡിയോ എന്നല്ലേ, ഇന്ന് നമുക്കൊരു സ്വർണ്ണ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ നമുക്ക് സ്വർണ്ണം മേടിക്കാൻ വേണ്ടി പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഞാനും പൊന്നും കൂടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ മലപ്പുറത്തിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട് വഴി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ മണ്ണുത്തി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മണ്ണാർക്കാട് ബസ് കിട്ടി. മണ്ണാർക്കാട്, അതായത് നല്ല തിരക്കായിരുന്നു ബസ്സിൽ. പാലക്കാട് വരെ നിൽക്കേണ്ടി വന്നു. പാലക്കാട് എത്തിയപ്പോൾ സീറ്റ് കിട്ടി കേട്ടോ. അപ്പം അങ്ങനെ ഞാനും പൊന്നും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ഏറെക്കുറെ നമ്മൾ മണ്ണാർക്കാടൊക്കെ എത്താറായിട്ടുണ്ട്. വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അങ്ങേ സൈഡിൽ നമുക്ക് കേരളത്തിൻ്റെ പശ്ചിമഘട്ടം മലനിരകൾ കാണാമായിരുന്നു. പക്ഷേ ഇന്നിപ്പം നല്ല മൂടലും മഞ്ഞൊക്കെ ആയതുകൊണ്ട് മലനിരകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് ചെറിയൊരു ചുരമുണ്ട്. അപ്പോൾ ആ ചുരമൊക്കെ ഇറങ്ങി അങ്ങോട്ട് മണ്ണാർക്കാട് എത്തും കേട്ടോ. ഈ ബസ് അങ്ങ് ലോങ് പോരുന്ന ബസ്സാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ മറ്റോ വരുന്ന ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നേരിട്ട് ബസ് കിട്ടിയതുകൊണ്ട് ഇറങ്ങി കയറേണ്ടി ഒന്നും വന്നില്ല. പാലക്കാട് വരെ നിൽക്കേണ്ടി വന്നു. അത്ര ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു. അതിനിടയ്ക്ക് റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പാലക്കാട് തൊട്ട് നമുക്ക് സീറ്റ് കിട്ടി. ബസ്സിൽ തിരക്കും കുറവായിരുന്നു കേട്ടോ. അപ്പം സ്വർണത്തിന് നമ്മൾ വലിയതൊന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു സേവിങ് ആക്കാം എന്നുള്ള രീതിയിൽ കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ചിട്ടിയുടെ അടവുകളൊക്കെ തീർന്നു കഴിഞ്ഞപ്പം നമ്മൾ അതിനുള്ള ഓർണമെൻറ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് മണ്ണാർക്കാടായിരുന്നപ്പം ഒരുപാട് കാലം യാത്ര ചെയ്ത വഴിയാണ് കേട്ടോ ഇതൊക്കെ. ഇതുപോലെ ഈ വഴിക്കിടയ്ക്ക് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒലവക്കോട് വന്ന് ട്രെയിൻ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് ബസ്സിനായിരുന്നു പോന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഈ വഴിക്കിടെ നമ്മൾ ഒരുപാട് ദൂരം ഒരുപാട് നാൾ സഞ്ചരിച്ചൊരു വഴിയാണ്. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തി. ഇതുവഴിയാണ് കേട്ടോ അട്ടപ്പാടി ആനക്കട്ടിയൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. അപ്പോഴത്തേനും ഏറെക്കുറെ ഉച്ചയാവാറായിട്ടുണ്ട് സമയം. അപ്പോൾ ഞാനും പൊന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പൊന്നുവിന് ബിരിയാണി മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു കേട്ടോ. പൊന്നു ചൂടായതുകൊണ്ട് ആണ് ആദ്യമേ ആ എക്സ്പ്രഷൻ ഇട്ടത്. ബിരിയാണി ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം കുറേ ഇടത്തു നിന്നൊക്കെ ബിരിയാണി കഴിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ബെറ്റർ ബിരിയാണി ആയിരുന്നു കേട്ടോ. കാരണം ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈ ആക്കി എടുത്ത് ചിക്കനായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂടുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഇങ്ങോട്ട് കിള്ളി പൊളിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നല്ല ചൂടായിരുന്നു. പൊന്നുവിന് ബിരിയാണി മേടിച്ച് കൊടുത്തു. അങ്ങനെ ഇനി നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് പോകാനുള്ള ബസ് നോക്കി ഞങ്ങൾ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിൽ മുൻപ് നമ്മൾ ഒരുപാട് തവണയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി. ഇതിനിടയ്ക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ഉറങ്ങി ഇടയ്ക്ക് വണ്ടിയിൽ. നമ്മൾ സഫ ജുവല്ലറിയിലാണ് ചിട്ടിയുള്ളത്. സഫ ജുവല്ലറിയിൽ എത്തി. നമ്മൾ ആദ്യമേ പോയ സ്ഥലത്ത് നിന്നും ആദ്യമേ ജുവല്ലറി ഇരുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു. അങ്ങനെ നമ്മൾ തേടി പിടിച്ച് വന്നു. അങ്ങനെ നമ്മുടെ ഓർണമെൻ്റൊക്കെ എടുത്തിട്ട് ചെറിയൊരു റിങ്ങാണ് എടുത്തത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കടയിൽ സെയിൽസ്മാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇഷ്ടംപോലെ കളക്ഷൻസൊക്കെ ഉണ്ട്. സഫ ഗോൾഡൻ ഡയമണ്ട്സ് എന്നിട്ട് കടയുടെ പേര്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ മേടിച്ചിട്ട് അടുത്ത് ഇനി നമുക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത ബസ് കിട്ടി. ഈ ബസ്സിന് നമ്മളിനി വീണ്ടും മണ്ണാർക്കാട് ഒന്നിറങ്ങും കേട്ടോ. അപ്പോൾ പോയ വഴിക്ക് നല്ല മഴ പെയ്തു. നമുക്ക് ഏതായാലും ഇരിക്കാൻ സീറ്റ് കിട്ടി, സമാധാനം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണാർക്കാട് നിന്നും അടുത്ത വണ്ടി പാലക്കാടേക്ക് കിട്ടി കേട്ടോ. നല്ല വണ്ടി, നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. മഴമേഘങ്ങൾ ഇരുണ്ട് കൂടി നിൽക്കുകയാണ്. എപ്പോൾ വേണേലും മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ കുടയില്ല. മഴ പെയ്യാതിരിക്കട്ടെ വീടെത്തുന്നത് വരെ കേട്ടോ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് പാലക്കാട് നിന്നും വീണ്ടും തൃശ്ശൂർക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലേക്കാണ് കേട്ടോ. കാഴ്ചയിൽ നമ്മുടെ ബസ് ഒരു ഓർഡിനറി ആയിരുന്നെങ്കിലും വണ്ടിയുടെ ഓട്ടത്തിൽ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പൊരിച്ചടുക്കി വണ്ടി ഹൈവേയിലൂടെ പറപ്പിച്ചാണ് കേട്ടോ വണ്ടി വിട്ടത്. നല്ല സ്പീഡുണ്ടായിരുന്നു. കാരണം സ്പീഡിൽ പോകണമെന്ന് ഞങ്ങൾ മനസ്സാലെ പ്രാർത്ഥിച്ചു. കാരണം നമുക്കുള്ള ലാസ്റ്റ് ബസ് 7:35 കടന്നു പോകും. അതിന് മുമ്പ് നമുക്കവിടെ എത്തണമായിരുന്നു. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിലോട്ട് കയറാൻ പോകുന്നു കേട്ടോ. കുതിരാൻ തുരങ്കത്തിലൂടെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാലും ബസ്സിൽ ഇത് രാത്രി വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ കാറും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. ബസ്സിൽ വരുന്നത് രാത്രിയിൽ ബസ്സിൽ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. സമയം ഒരു 7:30 കാരണം കറക്റ്റ് 7:35 നമ്മുടെ വണ്ടി പോകും. അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്ന. വഴിയിൽ ബ്ലോക്കൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ. എന്താണോ പുറത്തുനിന്ന് വന്ന് തുരങ്കത്തിനകത്തോട്ട് കയറുമ്പോഴത്തേനും വണ്ടിക്ക് സ്പീഡ് കൂടുന്നത് പോലെ എനിക്ക് തോന്നുന്നതാണോ അതോ സ്പീഡ് കൂടുന്നതാണോ എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല, നല്ല യാത്രയായിരുന്നു കേട്ടോ. എന്തായാലും മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. ലാസ്റ്റ് ബസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ കുതിരാൻ തുരങ്കത്തിനുള്ളിലൂടെ KSRTC ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ തുരങ്കത്തിന് പുറത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മിന്നലൊക്കെ ഉണ്ട്, നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണുത്തിയിൽ വന്നിറങ്ങിട്ടോ. കാരണം മണ്ണുത്തി ഇപ്പുറത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. പാമ്പടിയിൽ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയാലാണ് നമുക്ക് ബസ് കിട്ടുള്ളൂ. നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ബസ് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആശ്വാസമായി കേട്ടോ. കാരണം നല്ല മഴ കാരണം ഇനി അധികം വീഡിയോസൊന്നും എടുക്കാനുള്ള നിവൃത്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്കന്ന് ലാസ്റ്റ് ബസ് കിട്ടി. നമ്മൾ വീടിൻ്റെ വാതിൽക്ക് തന്നെ നമ്മളെ ബസ്സുകാർ ഡ്രോപ്പും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.